ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് ബെഞ്ച്മാർക്ക് സൂചികകൾ തുടർച്ചയായ അഞ്ചാമത്തെ സെഷനിലും ഇടിവിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 242 പോയിന്റ് നഷ്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു 10-12 സെഷനിൽ 22,800 എന്ന ലെവൽ നിർണായകമായിരുന്നു. ഇന്നലെ 22,600 കൈവിടുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ബെയറിഷ് ട്രെൻഡിലേക്ക് പൂർണ്ണമായും മാറി എന്ന് പറയാം. ഇനി ഡൗൺ സൈഡിൽ 22,500 ആണ് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ. ഇപ്പോൾ തുടരുന്ന താരിഫ് അൺസർട്ടൈനിറ്റീസ്, FII ഔട്ട്ഫ്ലോ കൂടാതെ ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി NVIDIAയുടെ റിസൾട്ടുകളും US-ന്റെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കണക്കുകളും പുറത്തുവരും. വെള്ളിയാഴ്ച US സൂചികകളെ പിടിച്ചുലച്ചത് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ്, പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ്, അതോടൊപ്പം തന്നെ മിഷിഗൻ കൺസ്യൂമർ സെന്റിമെന്റ് ഇൻഡെക്സ് ഡാറ്റയുടെ കണക്കുകളായിരുന്നു. ഹയർ ഇൻഫ്ലേഷൻ സൂചിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. അമേരിക്കൻ കൺസ്യൂമേഴ്സിന്റെ കൺസംഷന്റെ തോതളക്കുന്ന കണക്കുകളാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വ്യക്തമാകുന്നത്. ഇതും GDPയുടെ മേജർ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൺസംഷൻ കൂടുന്നു എന്നാൽ എക്കോണമി ഉയരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. മറിച്ചാണെങ്കിൽ നിലവിലെ ഇൻഫ്ലേഷൻ ആശങ്കകൾക്ക് ആക്കം കൂടും. പ്രഭുദാസ് ലീലാധറിലെ അനലിസ്റ്റ് വൈശാലി പരേഖി പറയുന്നതനുസരിച്ച് 23,000 മറികടക്കാതെ നിഫ്റ്റിയിൽ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ്. നിലവിൽ 22,800 എന്ന റെസിസ്റ്റൻസ് ആണ് മറികടക്കേണ്ടത്. ഡൗൺ സൈഡിൽ 22,400 ആണ് സപ്പോർട്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ 21,600, 21,500 ലെവലുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി ബെയറിഷ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേണിൽ നിന്നും ഇടിഞ്ഞു. ഇത് കറക്ഷന്റെ സൂചനയാണ് നൽകുന്നതെന്ന് LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദേ അഭിപ്രായപ്പെട്ടു. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,450 ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ 22,200 എന്ന ലെവലിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അപ്സൈഡിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 22,670, 22,700 എന്ന ലെവലുകളിലാണ്. ഏഞ്ചൽ വണ്ണിലെ അനലിസ്റ്റ് ഓഷോ കൃഷ്ണൻ പറയുന്നതും 22,500, 22,400 റേഞ്ചിൽ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ്. അപ്സൈഡിൽ 22,670, 22,720 എന്നിവയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന റെസിസ്റ്റൻസ്. ബാങ്ക് നിഫ്റ്റി മൂന്നാം ദിവസവും ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എങ്കിലും നിഫ്റ്റി സൂചികയെ വെച്ച് നോക്കുമ്പോൾ കനത്ത ഇടിവ് സൂചികയിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 3 സെഷനുകളിൽ 1000 പോയിന്റോളം ഇടിവ് സൂചികയിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻട്രാഡേ ലോയിൽ നിന്നും 350 പോയിന്റോളം റിക്കവറി ഉണ്ടായി. എങ്കിലും 49,000 എന്ന മാർക്കിന് താഴെയാണ് സൂചിക തുടരുന്നത്. 47,844 സപ്പോർട്ട് ഉള്ളതെന്ന് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റ പറയുന്നു. 49,600 റെസിസ്റ്റൻസ്. ചാർട്ടിൽ നിഫ്റ്റി ബാങ്കിൽ ഡോജി കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് അൺസർട്ടനിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. 47,840 സപ്പോർട്ടായി ആക്ട് ചെയ്യുമെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. 49,650 റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാം. FIIs കഴിഞ്ഞ ദിവസം നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെ തുടർന്നു. 6,287 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. എന്നാൽ DISനെ സംബന്ധിച്ച് 5,185 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് 0.6% ഇടിവ് രേഖപ്പെടുത്തി 14.44 എന്ന ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണികളിലും കാര്യമായ മുന്നേറ്റമില്ല. തായ്വാൻ ഒപ്പം തന്നെ ഹാങ്സെങ് സൂചികകളൊക്കെ തന്നെ 1.5% നഷ്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം US വിപണിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള കറക്ഷനിൽ നിന്ന് കാര്യമായിട്ടുള്ള മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പ്രധാനമായിട്ടും S&P 500നെ സംബന്ധിച്ച് 0.5% ഇടിവിൽ 5,983.25 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് കോമ്പോസിറ്റും 1.5% നഷ്ടം രേഖപ്പെടുത്തി 19,296.92 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഡൗ ജോൺസ് 33 പോയിന്റിന്റെ നേട്ടം മാത്രമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത്. 43,461.21 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവസാനമായി നമുക്ക് സ്റ്റോക്സ് ന്യൂസ് നോക്കാം. QIP വഴി ഫണ്ട് സമാഹരിക്കാൻ ഒരുങ്ങി IREDA. ഇതിനായുള്ള അനുമതി ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ലഭിച്ചതായി കമ്പനി അറിയിച്ചു. 5,000 കോടി രൂപ സമാഹരിക്കുന്നതിനാണ് ലക്ഷ്യം. ഒന്നോ അതിലധികമോ ഗഡുക്കളായിട്ടായിരിക്കും തുക സമാഹരിക്കുക. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റും കമ്പനിയുടെ സ്റ്റേക്ക് സെയിൽ നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ ഓഹരി 3% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശ് പവർ ജനറേഷൻ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് NTPC ഗ്രീൻ എനർജി റിന്യൂവബിൾ എനർജി പ്രൊജക്ടുകൾ നടപ്പിലാക്കാനാണ് ധാരണ. കഴിഞ്ഞ ദിവസം ഓഹരിയുടെ ലോക്ക് ഇൻ പീരീഡ് അവസാനിച്ചിരുന്നു. 6% നഷ്ടത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഹൈസ്പീഡ് സൊല്യൂഷൻസ് നൽകുന്നതിന് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയായ നെവോമോയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ടെക്സ്മാക്കോ റെയിൽ. ഓഹരി 2% നഷ്ടത്തിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ONGC ഗ്രീനിൽ നിക്ഷേപിക്കാനൊരുങ്ങി ONGC ലിമിറ്റഡ്. റൈറ്റ് ഇഷ്യൂ വഴി 1200 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തുക. PTC എനർജി ലിമിറ്റഡിന്റെ 100% ഓഹരികളും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് തുക വിനിയോഗിക്കുക. കഴിഞ്ഞ ദിവസം ONGC ഓഹരികൾ 2.3% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. UPL ലിമിറ്റഡിന്റെ സബ്സിഡിയറി കമ്പനിയായ UPL ഗ്ലോബൽ ലിമിറ്റഡ് ഒറീജിയോ കൊമേഴ്ഷ്യോ എന്ന ബ്രസീലിലെ ജോയിന്റ് വെഞ്ചറിലുള്ള നിക്ഷേപം ഉയർത്തി. കഴിഞ്ഞ ദിവസം 645.2 എന്ന നിരക്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്.